സുർജിത്ത് അയ്യപ്പത്ത് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത് ഇപ്പോൾ ഏത് മേഖലയിലാണ് നിൽക്കുന്നത്? അവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്താണ് സുർജിത്ത്? ശ്രീജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്താണ് ഉണ്ടാവുന്നത്. മഴപ്പെയ്ത്ത് തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കനത്തത്. ഇടവിട്ട് വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇതേ തുടർന്ന് ഈ പുഴയിൽ ഒഴുക്ക് കുറഞ്ഞ പുഴ ഇപ്പോൾ വലിയ രീതിയിൽ ഒഴുകുകയാണ്. പരന്നൊഴുകുന്ന നിലയിലാണ് ഇപ്പോൾ പുഴയുടെ ഒഴുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ സൈന്യം ഇതിനെ അരികിലായി ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു. അതിലൂടെയാണ് യാത്രക്കാരെല്ലാം പോയിരുന്നത്. ആ പാലം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയുണ്ടായി. ഇതേ തുടർന്ന് രക്ഷാപ്രവർത്തകർക്ക് മടങ്ങാൻ വേണ്ടി കഴിയുന്നില്ല. അവരെല്ലാവരും ഒരു മേഖലയിൽ മറുകരയിൽ തമ്പടിച്ച് നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇക്കരയ്ക്ക് കിടക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വഴി എന്ന് പറയുന്നത് മൃതദേഹങ്ങളും പരിക്കേറ്റവരെയും എത്തിക്കുന്ന ഈ സിപ്പ് ലൈൻ ആണ്. അത് ഓരോരുത്തരായി മാത്രമേ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. പൊടുന്നനെയല്ല നീരൊഴുക്കുണ്ടായത്. ഘട്ടം ഘട്ടമായാണ് ഈ പുഴയിൽ നീരൊഴുകുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ അളവിൽ വെള്ളം കുതിച്ചൊഴുകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതുമൂലം ബെയിലി പാലത്തിന്റെ നിർമ്മാണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ സാധ്യമാവുകയുള്ളൂ. കാരണം ഈ ബെയിലി പാലം നിർമ്മിച്ചതിന് ശേഷം മാത്രമേ ഈ സുഗമമായ രീതിയിലുള്ള ഒരു യാത്ര അപ്പുറത്തേക്ക് സാധ്യമാവുകയുള്ളൂ. എല്ലാവർക്കും 190 അടി നീളത്തിലാണ് ഈ ബെയിലി പാലം നിർമ്മിക്കുന്നത്. ഇതോടുകൂടി രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പത്തിൽ ആകുമെന്നുള്ളതാണ്. നാളെ വൈകിട്ടോടെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകും. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് വഴി മുണ്ടക്കയിലേക്ക് എളുപ്പത്തിൽ കയറാൻ കഴിയുമെന്നുള്ളതാണ് ആശ്വാസം. മാത്രമല്ല, യന്ത്രങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് അവിടെ സുഗമമായ രീതിയിലുള്ള തെരച്ചിൽ, രക്ഷാപ്രവർത്തനം ഇതെല്ലാം തന്നെ സാധ്യമാകും. ഇതിന്റെ നീളം കൂടിയതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് ഈ പാലം നിർമ്മിക്കുന്നത്. ഈ താൽക്കാലിക സംവിധാനം എന്ന നിലയിലാണ് ഈ ചെറിയ പാലം നിർമ്മിച്ചത്. ആ ചെറിയ പാലത്തിന്റെ പാലപ്പോൾ മുങ്ങിയ നിലയിലാണുള്ളത്. അതുകൊണ്ട് രക്ഷാപ്രവർത്തകർ 100-ലേറെ വരുന്ന രക്ഷാപ്രവർത്തകരാണ് ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നത് പുഴയുടെ മറുകരയിൽ. അതാണിപ്പോൾ ഇവിടുത്തെ കാഴ്ച. മഴ പെയ്ത്ത് തുടരുന്ന സാഹചര്യമുണ്ട്. കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. രാവിലത്തെ കാലാവസ്ഥയല്ല ഇപ്പോൾ വൈകിട്ടുള്ള കാലാവസ്ഥ. വലിയ രീതിയിൽ ചളിവെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്ന സാഹചര്യമാണ് ഉള്ളത്. രാവിലത്തെ കാലാവസ്ഥ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. വെയിലുദിച്ചിരുന്നു, പ്രതീക്ഷ പകർന്നിരുന്നു. ഇതെല്ലാം പക്ഷേ ഉച്ചയ്ക്ക് ശേഷം തകിടം മറിഞ്ഞു. വലിയ അളവിൽ മഴപ്പെയ്ത്ത് ഇടവിട്ട് പെയ്യുന്നു. അതേ തുടർന്ന് വലിയ അളവിൽ വെള്ളം കുതിച്ച് എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഈ വെള്ളം കുറഞ്ഞാൽ മാത്രമേ ഇനി രക്ഷാപ്രവർത്തകർക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ള. സുർജിത്ത്, ഇന്നലെ ഏതാണ്ട് 800-ലധികം പേരെ സുരക്ഷിതമായി മറുകരയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. അതൊരു വലിയ നേട്ടവുമായിരുന്നു. ഈ വലിയ ദുഃഖത്തിനിടയിലും അത് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം എന്നുള്ള നിലയിൽ അത് 800-ലധികം ആളുകളെ സുരക്ഷിതമായി മറുകരയിൽ എത്തിക്കുന്നത് നമ്മൾ കണ്ടു. അതിന് ഏറ്റവും പ്രധാനമായിരുന്നത് കാലാവസ്ഥ അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് പക്ഷേ സാഹചര്യം അതല്ല. ഇന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന കണക്കുകൾ, അത് അനൗദ്യോഗിക കണക്കുകളാണെങ്കിൽ പോലും, ഈ എത്ര പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് എന്നുള്ള കാര്യത്തിൽ ഒരു വിവരം പുറത്തു വരുന്നുണ്ടോ സുർജിത്ത്? ഏതാണ്ട് 800-ലധികം പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ഈ അട്ടമല മേഖലയിലുള്ള ആളുകളാണ് ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടിരുന്നത്. അവിടെ മറ്റ് വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ഒന്നും ആ മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആളുകൾ വല്ലാതെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മേഖലയിൽ നിന്നും ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സാധനങ്ങളും വസ്തുക്കളും എല്ലാമായി ആളുകൾ ഈ പാലം കടന്ന് നടന്നു പോകുന്ന സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം നിർമ്മിച്ച അതിലൂടെ ചൂരൽമലയിലേക്ക് കടക്കുകയും പരിക്കേറ്റവരെ എല്ലാം തന്നെ ആശുപത്രികളിലേക്ക് മാറ്റുന്ന സാഹചര്യവും, ഒപ്പം തന്നെ ബാക്കിയുള്ളവരെ ക്യാമ്പിലേക്ക് മാറ്റുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോഴും മൃതദേഹങ്ങൾ ഒന്നൊന്നായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബെയിലി പാലം നിർമ്മിക്കുന്ന ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സിപ്പ് ലൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. സിപ്പ് ലൈൻ വഴി കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഈ പുഴയിൽ മഴപ്പെയ്ത്തിനെ തുടർന്ന് വലിയ അളവിൽ വെള്ളം കയറിയിട്ടുണ്ട്. എപ്പോൾ ഇനി ഈ വെള്ളം കുറയും, നീരൊഴുക്ക് കുറയും എന്ന് ഇതിനെ ആശ്രയിച്ചിരിക്കും ഇത്രയും പേർക്ക് ഇപ്പുറത്തേക്ക് വരാൻ. അവർ എല്ലാവരും, അതായത് രക്ഷാപ്രവർത്തകർ 100-ലധികം പേരുണ്ട്. 100 അതിനപ്പുറമുള്ള ആളുകളുണ്ട്. അപ്പുറത്തേക്ക് പോയവരിൽ ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർക്കൊന്നും തന്നെ പുഴ കടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ തന്നെ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, പുഴയിൽ പാലത്തിലൂടെ വരരുത്
എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പൊടുന്നനെയാണ് വെള്ളം കയറി വന്നത്. ഇപ്പോൾ അത് ഇത് കവിയുന്ന തരത്തിലേക്ക് വെള്ളം കയറി വരുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും കൂടുതൽ രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട്. കാരണം മഴ കനക്കുന്നുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം സുഗമമായ രീതിയിൽ സാധ്യമാകില്ല. അങ്ങനെ ഒരു വലിയ ഗുരുതരമായ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, മാത്രമല്ല പെട്ടെന്ന് ഇരുട്ട് വീഴുന്ന ഒരു അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് പലരും മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ മറുകരയിലാണുള്ളത്. അവർക്ക് ഇവിടേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ പാലം മറഞ്ഞ് വെള്ളം പോകുന്ന ഒരു അവസ്ഥയിൽ. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിനത്തിൽ അട്ടമലയിൽ നിന്നടക്കം ഏതാണ്ട് 800-ലധികം പേരെ ഇന്നും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിൽ ഒരു പ്രതിസന്ധി നേരിടുന്നത് എസ് വിജയകുമാറും സുർജിത്ത് അയ്യപ്പത്തും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെയുള്ള കാലാവസ്ഥയും ആ പുഴയിലെ കുത്തൊഴുക്കുമാണ്. അത് കാരണം മറുകരയിൽ നിന്ന് ആളുകളെ എത്തിക്കാൻ കഴിയാത്ത നിലയുണ്ട്. കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം. കാരണം നിലവിൽ സജ്ജമാക്കിയിട്ടുള്ള താൽക്കാലിക പാലം അത് മുങ്ങാൻ പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് കൂടുതൽ അപകടത്തിന് വഴിവെക്കും. അതുവഴിയുള്ള രക്ഷാദൗത്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. വലിയ രീതിയിലുള്ള മൂവ് ഉണ്ടാവണമെങ്കിൽ അത് നാളെ സൈന്യം നിർമ്മാണം പൂർത്തിയാക്കാൻ പോകുന്ന താൽക്കാലിക പാലം സജ്ജമാകുന്നതോടുകൂടിയായിരിക്കും കൂടുതൽ സംവിധാനങ്ങളൊക്കെ എത്തിച്ച് മണ്ണിനടിയിൽ തെരച്ചിൽ നടത്തുക എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാൻ കഴിയുക. നിലവിൽ മനുഷ്യന് സാധ്യമായ തരത്തിൽ തിരയാൻ കഴിയുന്ന രീതിയിലൊക്കെ ആ മറുകരയിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. അത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലായിക്കോട്ടെ, മണ്ണിനടിയിലായിക്കോട്ടെ, അവിടെയൊക്കെ അതിൻ്റെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒരു ചെളിക്കൂമ്പാരമായി മുണ്ടക്കൈ മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിനിടയിൽ നിന്ന് ആളുകളെ തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ ദുഷ്കരമായ ദൗത്യമാണ്. അതിനിടയിലും സമാന്തരമായി തന്നെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ മാറ്റുക എന്നുള്ള ദൗത്യമൊക്കെ നടക്കേണ്ടതുണ്ട്. പ്രേക്ഷകർക്കെങ്ങും കണ്ണീർ കാഴ്ചകൾ കാണാൻ കഴിയുന്നു. കൂടുതൽ മൃതദേഹങ്ങൾ ഓരോ മേഖലകളിലേക്കായി എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. നിലമ്പൂരിലേക്ക് എത്തിച്ചത് ചാലിയാറിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളാണ്. മുണ്ടക്കൈയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്നുണ്ട്. അങ്ങനെ വിവിധയിടങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ എത്തിക്കുന്ന കാഴ്ചകൾ അതീവ ദുഃഖകരമായ കാഴ്ചകൾ മാത്രമാണ് എല്ലായിടത്തു നിന്നും കാണാൻ കഴിയുന്നത്.